നമ്മുടെ ആവശ്യത്തെ മുതലെടുക്കുന്ന ഒരു തരം വൃത്തികെട്ട രീതിയാണ് ഈ തൽക്കാലം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 4 മണിക്കെങ്കിലും നമ്മൾ അവിടെ പോയി ക്യൂ നിന്നാലേ നമുക്ക് തൽക്കാലം കിട്ടുകയുള്ളൂ. എഴുന്നേറ്റപ്പോൾ ഒടുക്കത്തെ മഴ നോക്കി ഇന്ന ടിക്കറ്റ് കിട്ടില്ല എന്ന കാരണം കൊണ്ട് ഞാൻ എന്റെ വണ്ടിയായിട്ട് ഇറങ്ങി. 5 മണി ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പെട്രോളിൽ അടിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ അത്യാവശ്യം വലിയ ക്യൂ തന്നെയായിരുന്നു. അങ്ങനെ കാത്ത് നിന്ന് നേരം വെളുത്ത് 7:30 ആയപ്പോഴത്തേക്ക് തൽക്കാലിന്റെ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. ടിക്കറ്റ് അല്ല, ടോക്കൺ കൊടുക്കാൻ തുടങ്ങി. ടോക്കൺ 7:30 കൊടുത്താൽ പിന്നെ 11 മണിക്ക് സ്ലീപ്പർ ടിക്കറ്റും 10 മണിക്ക് AC ടിക്കറ്റും കിട്ടത്തുള്ളൂ. അത്രയും നേരം നമ്മൾ അവിടെ പോസ്റ്റാണ്. ആ പോസ്റ്റ് മാറ്റാൻ വേണ്ടി ഞാൻ അവിടെയായിട്ട് ഓരോ സ്ഥലങ്ങളിൽ കയറാൻ തുടങ്ങി. ഫസ്റ്റ് ലക്ഷ്മി ബേക്കറി. ഇന്ന് ലക്ഷ്മി ബേക്കറിലെ ആദ്യ കസ്റ്റമർ ഞാനാണ് കേട്ടോ. അവിടുന്ന് ചായയും വടയും കഴിച്ചിട്ട് നേരെ പോയത് പള്ളിയിലേക്കാണ്. പള്ളിയിൽ പോയി ഒരു മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് ഗുളികയൊക്കെ മേടിക്കണമായിരുന്നു, മെഡിസിൻ വാങ്ങിക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പഴയ നൊസ്റ്റു കാലഘട്ടമായ ഫാത്തിമ കോളേജിലെയും നിർമ്മല റാണി അവിടേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് പലപ്പോഴും കയറണം എന്ന് വിചാരിച്ച കൊല്ലത്ത് ഒരു പാർക്കിലേക്ക് ഞാൻ കയറി. അവിടെ ആൾക്കാർ ടെന്നീസ് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് വലിയ കൂലകക്ഷമായി എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതും കണ്ട് പിന്നെ കൊല്ലം ബീച്ചിലൊന്ന് കയറി. ഇനി എത്ര നാൾ കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുക. അതുകൊണ്ട് തൽക്കാലം എടുക്കുന്ന സമയം ഞാൻ ഇതെല്ലാം ചെയ്യും. ഉറക്കം കളഞ്ഞ് നേരത്തെ എത്തിയിട്ട് എനിക്ക് തൽക്കാലം കിട്ടിയില്ല. നോർമൽ തൽക്കാലം പകരം പ്രീമിയം തൽക്കാലമാണ് കിട്ടിയത്. അതായത് ഇരട്ടി പൈസ. അത് വല്ലാത്ത അന്യായമായിരുന്നു കേട്ടോ. 2100 ആവേണ്ടടുത്ത് എനിക്ക് 3800 4000 അടുപ്പിച്ചായി. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്